എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കൊച്ചു റീയൂസ് ഐഡിയ ആയിട്ടാണ്. നോട്ട്ബുക്കിൻ്റെ റീയൂസ് ഐഡിയ ആണ് ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. സാധാരണ നമ്മൾ കുട്ടികളുടെയൊക്കെ നോട്ട്ബുക്കുകൾ പേജൊക്കെ കഴിയുമ്പോൾ ആ ബുക്ക് ഫുള്ളായിട്ട് അങ്ങനെ കളയില്ലേ. അപ്പോൾ നല്ല കട്ടിയുള്ള ചട്ടയൊക്കെ ഉള്ള ബുക്കുകളായിരിക്കും, നല്ല ബുക്കുകളൊക്കെ ഉണ്ടാവും അതിൽ. അപ്പോൾ അതുപോലത്തെ ഒരു ബുക്കിൻ്റെ റീയൂസ് ഐഡിയ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാം. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് വീഡിയോയിൽ എന്താണെന്ന് നോക്കാം. ഇതിന് നമുക്ക് ആവശ്യമായത് കുറച്ച് കട്ടിയുള്ള ബുക്കാണ്, കട്ടിയുള്ള ചട്ടയുള്ള ബുക്കാണ് നമ്മളിതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. സാധാരണ കുട്ടികൾ അധികം സ്കൂളിൽ കൊണ്ടുപോകാത്ത കോപ്പി ബുക്സൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ബുക്കിൻ്റെയൊക്കെ ചട്ട ഒട്ടും അങ്ങനെ ചീത്തയായിട്ടുണ്ടാവില്ല. അതുപോലത്തെ ഒരു ബുക്കിൽ നിന്ന് ഒരു ചട്ട എടുക്കുക. അഥവാ ചട്ടയ്ക്ക് കനം കുറവാണെങ്കിൽ 2 പേജ് കൂടിയിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി ചട്ടയിലേക്ക്. അപ്പോൾ ഒന്നുകൂടെ ഒരു ചട്ടയ്ക്ക് കട്ടി വരും. ഞാൻ ഇതുപോലത്തെ ഈ ഒരു ബുക്കിൻ്റെ ചട്ട ഒന്ന് വേർപ്പെടുത്തിയിട്ട് എടുക്കുന്നുണ്ട്. ഇതുപോലത്തെ ബുക്കൊക്കെ ആണെങ്കിൽ ചട്ടയ്ക്ക് കട്ടി കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു 2 പേജും കൂടിയിട്ട് ആ ചട്ടയിലേക്ക് ആദ്യം ഒന്ന് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കത് വേർപ്പെടുത്തിയിട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് ഒരു ചതുരം ഇതിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 2 സെൻറ്റിമീറ്റർ അകലത്തിൽ ഒരു ചതുരം വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. ഇതിലിപ്പോൾ 4 സൈഡും 2 സെൻറ്റിമീറ്റർ വീതമാണ് അകലം വെച്ചത്. നിങ്ങൾക്ക് അതിന് പകരം 3 4 ഒക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് മാറ്റാം. അപ്പോൾ ആ ഒരു വീതി 4 സൈഡിലും ഒരേ വീതി ആയിരിക്കണം, അത്രയ്ക്ക് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. ആദ്യം കുറച്ച് ഫെവിക്കോൾ തേച്ച് കൊടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ ഭംഗിയുള്ള എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ കുറച്ച് സീക്വൻസസ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് പല രീതിയിലുള്ള ഡെക്കറേഷൻ ഉപയോഗിക്കുന്ന സീക്വൻസസ് വാങ്ങാൻ കിട്ടും. ജസ്റ്റ് സീക്വൻസസ് ഫോർ ഡെക്കറേഷൻ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി, അത് വരും. അല്ലെങ്കിൽ നമുക്ക് ക്രാഫ്റ്റ് ഐറ്റംസ് നാട്ടിലൊക്കെ വിൽക്കുന്ന ഷോപ്പുകളില്ലേ, അവിടെ പോയിട്ട് ചോദിച്ചാൽ മതി. പല തരത്തിലുള്ളത് നമുക്ക് വില കുറഞ്ഞതും കൂടിയതൊക്കെ കിട്ടും. മിററുകൾ ഒക്കെ കിട്ടും. ഡ്രസ്സിൽ സാരിയിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വാങ്ങുന്നതാണ്. അപ്പോൾ അതുപോലെ എന്തെങ്കിലുമാണ് ഞാനിപ്പോൾ ജസ്റ്റ് എടുത്തിട്ടുള്ളത്. ഒന്നില്ലെങ്കിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യാം കേട്ടോ, അതായാലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടേപ്പില്ലേ, ഡെക്കറേഷൻ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല, അങ്ങനത്തെ ടേപ്പ് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതാണ് ഒട്ടിക്കുന്നത്. ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ടല്ല കേട്ടോ ഇന്ന് ചെയ്യണത്. ഫെവിക്കോൾ വെച്ചിട്ടും മറ്റ് ഗമ്മൊക്കെ വെച്ചിട്ടാണ്. നമ്മുടെ ഫാമിലിയിലുള്ള ഒരു മെമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്രാഫ്റ്റിങ്ങിലും ഗ്ലൂഗൺ ഇല്ലാതെ ചെയ്യാൻ. അതുകൊണ്ട് ആ ഒരു റിക്വസ്റ്റ് മാനിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഗ്ലൂഗണ്ണിനെ തൽക്കാലത്തേക്ക് ഒന്ന് ഒഴിവാക്കിയത്. അതുപോലെ നിങ്ങളുടെ കയ്യിൽ പിസ്തയുടെ ഷെല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിന് പകരം ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ കുന്നിക്കുരുല്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ കേടാവില്ലല്ലോ അതൊന്നും, അത് നമുക്ക് ഇതിന് പകരം ഒട്ടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കേടായിട്ട് കളയേണ്ട അവസ്ഥയിലുള്ള പയറോ അല്ലെങ്കിൽ പരിപ്പോ അങ്ങനത്തെയൊക്കെ ഉണ്ടാവില്ലേ, പ്രാണികളൊക്കെ വന്നിട്ട് കുക്കിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുള്ളത് ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് എടുക്കാം. അത് പെയിൻറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഒന്ന് വാർണിഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാട് നാളത് കേടാവാതിരിക്കും. അങ്ങനെ ഒരു ക്രാഫ്റ്റ് ഞാൻ ഷാംപൂ ബോട്ടിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. താല്പര്യമുള്ളവർ അത് കണ്ടു നോക്കുക. അപ്പോൾ ആ ഒരു ഐഡിയ കിട്ടും. കണ്ടോ, നമ്മളിപ്പോൾ ഫുള്ളായിട്ട് ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഗ്ലൂഗൺ ആകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങും, അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. അതുകൊണ്ടാണ് ഞാൻ അധികം ക്രാഫ്റ്റ് അത് വെച്ച് ചെയ്യുന്നത്. നമുക്ക് വീട്ടിലാകുമ്പോൾ ഫെവിക്കോൾ ആയാലും മതി, കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ, എല്ലാം ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഉള്ളിലത്തെ ആ ചതുരത്തിനേക്കാളും കുറച്ച് വലുപ്പത്തിൽ ഒരു OHP ഷീറ്റിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കണം. OHP ഷീറ്റ് നമുക്ക് A4 ഷീറ്റൊക്കെ വാങ്ങുന്ന ബുക്സും പേപ്പറൊക്കെ കിട്ടുന്ന കടകളില്ലേ, അവിടെ ചോദിച്ചാൽ മതി. ലൂസായിട്ടാണെങ്കിൽ 2 രൂപയെന്ന് തോന്നുന്നു ഒരു ഷീറ്റിന് വില. അതാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെയുള്ള യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ആമസോണിൽ നമുക്ക് OHP ഷീറ്റിൽ നിന്ന് അടിച്ചു കൊടുത്താൽ വരും. ഇപ്പോൾ ഞാൻ കുറച്ചൊന്ന് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പശ ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. 4 സൈഡിലും ഒരു വര പോലെ തേച്ച് കൊടുത്തിട്ട് അത് നമുക്ക് ആ ഒരു ഉള്ളിലെ ചതുരല്ലേ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ അതിന് ചുറ്റുമായിട്ട് ഇതൊന്ന് ഒട്ടിച്ച് വയ്ക്കാം. നമ്മൾ ആ ബുക്കിൻ്റെ ആ ഒരു ചട്ട തുറന്ന് വെച്ചിട്ട് വേണം ഇത് ഒട്ടിക്കാനായിട്ട്. ഇത് ഉൾഭാഗത്തേക്ക് പോകണം. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഫെവി ബോണ്ട് എന്നുള്ളൊരു ഗമ്മാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗമ്മാണിത്. സൈഡിൽ മാത്രമേ പശ തയ്ക്കാൻ പാടുള്ളൂ കേട്ടോ, എല്ലായിടത്തും ഒന്നും തയ്ക്കരുത്. എന്നിട്ടൊന്ന് കൈവച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക, ഇതിൽ ഒട്ടും. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കുറച്ചൊരു കട്ടിയുള്ളൊരു A4 ഷീറ്റാണ്. അതും ആ ഒരു അളവിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കുറച്ചൊരു വലിപ്പത്തിൽ കറക്റ്റ് ആ ഒരു ബുക്കിൻ്റെ അതേ ഒരു അളവിൽ തന്നെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്.
ഇപ്പോൾ അതും കട്ട് ചെയ്തെടുത്തു. ഇനി ഈ ഒരു ഷീറ്റിൻ്റെ 3 സൈഡിൽ നമുക്ക് ഗമ്മ് തേച്ച് കൊടുക്കണം. ഒരു ലൈൻ പോലെ തേച്ച് കൊടുക്കാനേ പാടുള്ളൂ, ഒരുപാട് തേക്കരുത്. ഒരേ രീതിക്ക് 3 സൈഡിലും തേച്ചിട്ട് അതും കൂടെ അതിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് വെക്കുക. കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഗമ്മൊക്കെ 3 സൈഡിൽ തേച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ മുകളിലായിട്ട് ആ ഒരു OHP ഷീറ്റിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ച് വെക്കാം. കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലൊരു പോക്കറ്റ് പോലെയാണ്, കണ്ടില്ലേ? ഇപ്പോൾ നമുക്കിതിൽ ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു ഫോട്ടോ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് ഇതിപ്പോൾ നമ്മൾ ചെയ്തത്. ഇനി നമുക്കിതിൽ ഫോട്ടോ ഇതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഡെക്കറേഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ടേപ്പ് കൂടി ഒന്ന് ആ ഒരു മോൾ ഭാഗത്തൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം, ആ ഒരു കളറ് സെയിം ആവാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ വേണമെന്നൊന്നുമില്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും കളർ പേപ്പർ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് അതും ഒട്ടിച്ച് കൊടുക്കാം. നമുക്ക് ബുക്കിൻ്റെ ചട്ട ചിലപ്പോൾ പ്ലെയിൻ ആവണമെന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ കളർ പേപ്പർ ഒട്ടിച്ച് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഏതെങ്കിലും പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. ഇതുപോലത്തെ ടേപ്പ് ആണെങ്കിൽ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും. നമ്മൾ ആ ഒരു സീക്വൻസ് ചെയ്തതിന് പകരം അവിടെയും നമുക്ക് ഇങ്ങനത്തെ ഭംഗിയുള്ള ടേപ്പ് ഒട്ടിച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഫ്രെയിം തയ്യാറാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ വെറുതെ കളയുന്ന ആ ഒരു ബുക്കിൻ്റെ ചട്ടയ്ക്ക് നല്ലൊരു റീയൂസ് ആയില്ലേ. ഇതിപ്പോൾ നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒട്ടും മനസ്സിലാവില്ലേ പേപ്പറാണെന്നൊന്നും. നമുക്ക് ഷോക്കേസിൻ്റെ ഉള്ളിലോ അതുപോലെ ഫ്രിഡ്ജിൻ്റെ മുകളിലോ ഒക്കെ ഫാമിലി ഫോട്ടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ഒക്കെ വെക്കാൻ പറ്റും. ഞാനിപ്പോൾ യൂട്യൂബിൽ ഒരുപാട് നിയമങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ഒന്നും അങ്ങനെ വെക്കാത്തത്. ഇതിപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ ആണ്. ഇതിപ്പോൾ എല്ലാവരും ചോദിക്കും, അതുകൊണ്ടാണ് പറയണത് കേട്ടോ. OHP ഷീറ്റ് വെക്കുന്നതുകൊണ്ട് ഇതിൽ പൊടിയാവുന്നുള്ള പ്രശ്നവും വേണ്ട. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോൻ്റെ ഒരു ലൈക്ക് തരിക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാൻ പിന്നെ ഒരു ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്നൊരു കേക്ക് റെസിപ്പിയാണത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനി നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.